Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, the strength വളരെ കുറവാണല്ലോ മഴയൊക്കെ ആയതുകൊണ്ടാണല്ലോ അടുത്തും ഓക്കെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ കുറച്ചു പേരൊക്കെ ക്ലാസ്സിൽ കയറണുള്ളൂ ഓക്കെ അപ്പോ ടൈം ആയല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്ന് കണ്ടു ദെൻ അതിലെ കുറച്ച് ഒരു മോഡലാണ് നമ്മൾ നോക്കിയത് അല്ലെ ക്വസ്റ്റ്യനെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് അപ്പൊ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളായിരുന്നു നമ്മുടെ സർവേയിലെ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ കണ്ടത് ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സർവേ കണ്ടു ഇതിന്റെ മോഡൽ കണ്ടു ഇത് നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ബെനഫിറ്റ് ആണ് അത് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ള ബെനഫിറ്റ്സ് ആണ് നോക്കുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓർക്കുന്നുണ്ടോ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ മോർണിംഗ് ക്ലാസ്സിലായിരിക്കും ഓക്കെ 2 ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞ് സെയിം ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മള് ചിലപ്പോൾ ഓരോരുത്തർ എത്തിയിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ നോക്കാം കേട്ടോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് പേഷ്യൻസിന് വേണ്ടിയിട്ട് സർവേകൾ നടത്തും എന്തിനു വേണ്ടിയ സർവേ നടത്തുന്നത് അവരുടെ ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സോ ഇങ്ങനെ നമ്മൾ സർവേ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെ അതിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമല്ലോ വെറുതെ ചുമ്മാ നമ്മൾ നടത്തില്ല അല്ലെ അപ്പോ അതിന്റെ ബെനിഫിറ്റ്സ് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുമുള്ള ബെനിഫിറ്റ്സ് ഓക്കെ നോക്കാം patient satisfaction surveys are an important way to scale how the patient feel about their experience with the practice. Contented patients are more probably to suggest to the hospital to others and they are also less probable to file complaints. Aiding and maintaining high patient satisfaction scores benefit medical organization and patient in lot of ways. നോക്കാം പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേ ആണ് അല്ലെ ഹൗ ദ പേഷ്യൻസ് ഫീൽ അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രാക്ടീസ് അതായത് ഹോസ്പിറ്റലിലെ അവരുടെ അനുഭവം അവരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സും സ്റ്റാഫുകളും നൽകുന്ന പ്രാക്ടീസ് അവരുടെ സേവനങ്ങൾ അല്ലെ ഹോസ്പിറ്റലിൽ അവർക്കുള്ള എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ആർ ആൻ ഇമ്പോർട്ടന്റ് വേ ടു സ്കെയിൽ ഹൗ ദ പേഷ്യന്റ് ഫീൽ ദെയർ എക്സ്പീരിയൻസ് വിത്ത് ദ പ്രാക്ടീസ് then അടുത്തത് നോക്കാം contented patients are more probable to suggest a hospital to others contented patients എന്ന് പറഞ്ഞാൽ എന്താ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ സംതൃപ്തിയുള്ള പേഷ്യൻസ് മോർ പ്രോബബിൾ ടു അത് അവര് കൂടുതലായിട്ടും മറ്റുള്ളവർക്ക് ആ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ അങ്ങനെയല്ലേ നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല നമ്മുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാറുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി ഒരു സംഭവം എന്തെങ്കിലും ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ കടയിൽ ആ ഷോപ്പിൽ പോയിക്കോളൂ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നേരെ മറിച്ച് മോശമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ അവിടെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയോ മോശമാണെങ്കിൽ നമ്മൾ പറയാറുണ്ടോ നമ്മൾ സജസ്റ്റ് ചെയ്യോ ഇല്ല അല്ലെ നോക്കാം കണ്ടന്റഡ് പേഷ്യൻസ് അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ മറ്റു ഫ്രണ്ട്സിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു they are also less probable to file complaints അതുപോലെ തന്നെ അവര് കംപ്ലൈന്റ്സ് ഫയൽ ചെയ്തത് വളരെ കുറവായിരിക്കും എന്തുകൊണ്ടാണ് അവർ സാറ്റിസ്ഫൈഡ് ആണ് സംതൃപ്തിയുള്ളവർക്ക് വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല aiding and maintaining high patient satisfaction scores benefit the medical organization and patient in a lot of ways so പേഷ്യന്റിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ സ്കോർസ് ആ സ്കോർസിലൂടെ അതിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടെന്ന് മെഡിക്കൽ ഓർഗനൈസേഷനും ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനും പല വിധത്തിലും ബെനിഫിറ്റുകൾ ഈ ഒരു സർവേ മൂലം ലഭിക്കുന്നു ഇനി നമുക്ക് ഏതൊക്കെയാണ് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത് നോക്കാം അപ്പൊ ഇത് പേഷ്യൻസിനും ഹോസ്പിറ്റലിനുമുള്ള ബെനിഫിറ്റ്സുകളാണ് കേട്ടോ ഇത് നോക്കാം
ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ അല്ലെ. പേഷ്യന്റ് ലോയാലിറ്റി എന്ന് വെച്ചാൽ ഒരു വിശ്വസ്തത, റിട്ടൻഷൻ നിലനിർത്തുക, പേഷ്യന്റിനെ നിലനിർത്തുക, പേഷ്യൻസിന് ഒരു വിശ്വസ്തത നിലനിർത്തുക. നോക്കാം, നമുക്ക് ജസ്റ്റ് ഇത് വായിച്ചിട്ട് അതിന്റെ കണ്ടന്റ് ആദ്യം മനസ്സിലാക്കാം കേട്ടോ. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. Patients have more choices in connection with their health care than ever before. Satisfied patients are more probable to be faithful patients. അല്ലെ, അതായത് എന്താണ്, പേഷ്യൻസിന്, രോഗികൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോയ്സ് ഉണ്ടെന്ന്. അതായത് അവർക്ക് കൂടുതൽ ചോയ്സ് ഉണ്ട്. അവർ രോഗികളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് ഡോക്ടറെ കാണണം, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് തുടരേണ്ടത് അല്ലെ, എന്നൊക്കെ ചോയ്സ് ഉള്ളത് ആർക്കാണ്? പേഷ്യന്റ് ആണ്. നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഓരോ ഡോക്ടേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലേ? ആണോ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാണോ നമ്മളെ എത്തിക്കുന്നത്? നിങ്ങൾ എന്ത് വായോ ഡോക്ടറെ കാണാന്ന് അങ്ങനെയാണോ പറയുന്നത്? നമ്മളല്ലേ പോകുന്നത്? ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളാണ് ഇന്ന ഡോക്ടറിന്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ പോകണം. ദെൻ നമ്മുടെ ചോയ്സ് ആണ് അത് അല്ലെ. ഇനി സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രൊബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. സംതൃപ്തരായിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒരു ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ് ആയിരിക്കുന്നത്, അതായത് ഒരു വിശ്വസ്തതയുള്ളവരായിരിക്കുന്നത്. അതായത് ആ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ഉണ്ടാകും അല്ലെ. നമ്മൾ പറയും, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ആ ഡോക്ടറെ തന്നെ പോയി കണ്ടാലേ ഒരു സംതൃപ്തി ഉണ്ടാവും എന്ന് പറയും ഇല്ലേ? പറയാമെങ്കിൽ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടാകാം അല്ലെ. നമ്മൾ എപ്പോഴും എന്ത് അസുഖം വന്നാലും കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിലും നമ്മള് സ്ഥിരമായിട്ട് ഒരു ഡോക്ടറേക്ക് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഡോക്ടറെ കണ്ടാലും ഒരു തൃപ്തി വരുമെന്ന് പറയും അല്ലെ. ഇതാണ് പറയുന്നത്. ഒരു ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ് ആയിരിക്കും അവര്. ഒരു വിശ്വസ്തത ആ ഹോസ്പിറ്റലിനോടോ അല്ലെങ്കിൽ ആ ഡോക്ടറിനോടോ ഉണ്ടാകാം. This is only means that they will schedule the necessary checkup, follow-up, and other required appointments, but they are more probable to keep them. അതിനാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ വിശ്വസ്തത ആയതിനാൽ തന്നെ അവർ നെസസറി ചെക്കപ്പുകൾ, അതായത് എപ്പോഴും ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ സെയിം ഹോസ്പിറ്റലിൽ എടുക്കും, ഫോളോ അപ്പുകൾ എടുക്കും. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു വട്ടം നമ്മൾ ഡോക്ടറെ കണ്ടു, ദെൻ വീണ്ടും എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഡോക്ടറെ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. Then other required appointments. ഇനി മറ്റേതെങ്കിലും അപ്പോയിന്റ്മെന്റ്സ്, വേറെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്നു. But they are more probable to keep them. അല്ലെ, അവര് ആ ഒരു കീപ്പ് ചെയ്യുന്നത്, അതായത് ആ സെയിം ഹോസ്പിറ്റല് സെയിം ഡോക്ടർ തന്നെ വിശ്വസ്തത ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റും? അവർ ആ ഒരു ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. Then satisfied patients are also brand ambassadors for hospitals. അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ആ ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ് എപ്പോഴും? ആർക്കാണ് ഇമ്പോർട്ടന്റ് റോൾ ഹോസ്പിറ്റലില്? ഡോക്ടറിനാണോ, നഴ്സിനാണോ, പേഷ്യൻസിനാണോ, മറ്റ് സ്റ്റാഫുകൾക്കാണോ ഇമ്പോർട്ടന്റ് റോള്? പേഷ്യൻസിനല്ലേ? ആണോ? പേഷ്യന്റ് ഉണ്ടെങ്കിലല്ലേ ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിൽക്കുള്ളൂ. അല്ലാതെ കുറച്ച് എക്യുപ്മെന്റ്സും സ്റ്റാഫുകളും ഡോക്ടറും മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? അത് റണ്ണിങ് ആണെങ്കിൽ അവിടെ പേഷ്യൻസ് ഉണ്ടായിരിക്കണം. സോ പേഷ്യൻസ്, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ്, വെറുതെ പേഷ്യൻസ് മാത്രമല്ല, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? They tell their friends and family about good experience and bad ones with their friends and family. So അവരെന്ത് ചെയ്യും? പേഷ്യൻസ് അവരുടെ നല്ല എക്സ്പീരിയൻസ്, ഗുഡ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസും ഉണ്ടാകാം. നല്ല എക്സ്പീരിയൻസ് മാത്രം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കണമെന്നില്ലല്ലോ അല്ലെ. അപ്പോൾ ബാഡ് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റെപ്പ് ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആണോ? എല്ലാവർക്കും ഒരുപോലെ ബ്രേക്ക് ഡൗൺ ഉണ്ടോ? ഓക്കെ, വിട്ടാണോ കേൾക്കുന്നത്? അങ്ങനെയാണോ? എങ്ങനെ ഉദ്ദേശിച്ചത്? സ്റ്റെപ്പ് ആവണുണ്ട്. ഓക്കെ, എന്നെ കാണുന്നില്ല? എന്നെ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, റെഡി ആക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ കേട്ടോ. ഇൻട്രൊഡക്ഷനും ദെൻ പേഷ്യന്റ് ലോയാലിറ്റിയും വായിക്കുക കേട്ടോ. നമ്മൾ എടുത്ത് എത്രയൊന്ന് വായിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. രണ്ടാമത്തെ ആണ് നോക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ലാഭം അല്ലെ? വർദ്ധിച്ച ലാഭം. ആർക്കാണ് ലാഭം കിട്ടുക? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനായിരിക്കും? ഇത് ആർക്കുള്ള ബെനിഫിറ്റ് ആയിരിക്കാം? ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റ് ഹോസ്പിറ്റലിനാണ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ബെനിഫിറ്റ് ആണ്. നോക്കാം, ഇൻക്രീസ്ഡ് profitability. Contented patients eventually lead to increased profits for the hospital in many ways. അല്ലെ? അതായത് സംതൃപ്തരായിട്ടുള്ള രോഗികള്, പേഷ്യൻസ് പല വിധത്തില് ഹോസ്പിറ്റലിന് ലാഭം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? ഹോസ്പിറ്റലിന് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? കണ്ടന്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വീണ്ടും ഫോളോ അപ്പുകൾക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അവര് അവരുടെ ഫാമിലിനെയും മറ്റു ഫ്രണ്ട്സിനെയൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് അവരെയും ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോ ആൾക്കാരുടെ ലാഭം, ഹോസ്പിറ്റലിന് ലാഭമല്ലേ കിട്ടുന്നത്? ഫ്രീ സർവീസ് ഒന്നല്ലല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്, ആണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫ്രീ സർവീസ് ആണോ? എല്ലാത്തിനും ഫീസ് കാര്യങ്ങൾ ഈടാക്കുന്നുണ്ടല്ലോ. സോ അവർക്ക് ഒരു പ്രോഫിറ്റബിൾ കിട്ടുന്നു. Then first one, contented patients show up for their appointments, which means the hospital don't lose money on dead hours during the day. അതായത് സംതൃപ്തരായിട്ടുള്ള രോഗികള് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുകയാണ്. അവര് വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. അവർക്ക് തൃപ്തിയായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവര് വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ സെയിം ഡോക്ടറെ തന്നെ കാണാൻ വേണ്ടി വീണ്ടും വന്ന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നു. അതുപോലെ തന്നെ അവര് സജസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്ന് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു. സോ ദ ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് മണി. അതായത് ഹോസ്പിറ്റലിൽ അവിടെ ഒരിക്കലും പണം നഷ്ടപ്പെടുന്നില്ല എന്ന്. അതായത് ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിങ് എ ഡേ. ഒരു ഡ്യൂറിങ് എ ഡേയിൽ ഡെഡ് അവേഴ്സ് ഇല്ലാതെ, മീൻസ് ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന്. മീൻസ് അപ്പോയിന്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസും അവരുടെ ഫ്രണ്ട്സും അവർ സജസ്റ്റ് ചെയ്ത ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ അവിടെ എന്താണ്? ഒരു ഡെഡ് അവേഴ്സ് ഇല്ല. ഡെഡ് അവേഴ്സ് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ഇല്ലാതെ വരുന്നില്ല എന്ന്. ഫുൾ ടൈം എപ്പോഴും ഭയങ്കര തിരക്കും ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. Second one, they also provide grand reviews on patient satisfaction survey result. അല്ലെ? അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ഗ്രാൻഡ് റിവ്യൂ കൊടുക്കുകയാണ്. പേഷ്യൻസിന്റെ സർവേയുടെ റിസൾട്ടുകൾ കൊടുക്കും, റിവ്യൂകൾ കൊടുക്കും അല്ലെ? Then that leads to new patient acquisition and improved insurance reimbursement. അല്ലെ? അപ്പോ ഇങ്ങനെ റിവ്യൂ ഒക്കെ കൊടുക്കും. റിവ്യൂ കൊടുക്കുന്നത് എവിടെയാണ്? നിങ്ങൾ കണ്ടില്ലേ? നമ്മളിപ്പോ നിങ്ങള് ഒരു ഗൂഗിളിൽ നമ്മള് ഒരു ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ റിവ്യൂ വരും. എത്ര സ്റ്റാർ പോയിന്റ് ആണ് അല്ലെ? ഒരാളില്ലേ നോക്കാറുണ്ടോ അങ്ങനെ? അല്ലെ? നമ്മള് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേര് അടിക്കുമ്പോൾ തന്നെ റിവ്യൂ വരും. ചിലപ്പോൾ ആളുകളുടെ കമന്റ്സുകളും അങ്ങനെ അവരുടെ കമന്റ്സുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത്ര സ്റ്റാർ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെ വരുമ്പോ എന്താണ്? ദിസ് ലീഡ്സ് ടു ന്യൂ പേഷ്യന്റ് അക്വിസിഷൻ. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ നിങ്ങൾ ഏതെങ്കിലും ഇന്ന് തന്നെ വേണം ജസ്റ്റ് ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് ഗൂഗിളിൽ വന്ന് ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ റിവ്യൂകളൊക്കെ കിട്ടും. നമ്മളിപ്പോ പല കാര്യങ്ങളും ഈ റിവ്യൂ നോക്കിയൊക്കെ ചെയ്യുന്നവരാണിപ്പോ, ഇല്ലേ? ആണോ? നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് ഇപ്പോ ഫ്ലിപ്കാർട്ടോ ആമസോണോ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്? റിവ്യൂ അല്ലേ നോക്കുന്നത്? ഒരാള് ഇപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എടുക്കും അല്ലെ? ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? റിവ്യൂ നോക്കും. എത്ര 5.8 അല്ലെങ്കിൽ 5 സ്റ്റാർ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ 4 സ്റ്റാർ ഉണ്ട്. ദെൻ പിക്ചറൊക്കെ ഒന്ന് നോക്കും ആളുകൾ ആ ഡ്രസ് മെറ്റീരിയൽ എടുത്തതിന്റെ അല്ലെ? ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയല്ലേ നമ്മള് ഇപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ വേറെ ഏതെങ്കിലും മറ്റു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് റിവ്യൂ ഒക്കെ എടുത്ത് നോക്കും. എങ്ങനെയാണ് എന്റെ അഭിപ്രായം അല്ലെ? ആളുകള് അല്ലെ? അങ്ങനെ നമ്മൾ അഭിപ്രായങ്ങൾ നോക്കും. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ നമ്മൾ എടുക്കാറുണ്ട്. സോ ഇങ്ങനെ റിവ്യൂവിന്റെ റിസൾട്ട് ഒക്കെ നൽകുന്നത് അത് എന്ത് ചെയ്യും? That leads to new patient acquisition. ഇപ്പൊ പുതിയൊരു പേഷ്യന്റ് അക്വിസിഷനുമായിട്ട് നമുക്ക് പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്. ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, ആ ഒരു മീനിങ് ആണ് കേട്ടോ. തിരിച്ചടവ് മീൻസ് പ്രോഫിറ്റ് കിട്ടുന്നത്.
പേഷ്യന്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പേഷ്യന്റിൽ നിന്നും ഓരോ കാര്യങ്ങൾക്കും ഫീസ് ലഭിക്കുമല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് സെക്കൻഡിൽ പറയുന്നത് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. ഒരു ഒറ്റ കാര്യമാണ് പറയുന്നുള്ളൂ. എന്താണ്? കണ്ടക്ടഡ് പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, ദെൻ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും വരുന്നു, ദെൻ അവർക്ക് സോ ഇത്രയും മെമ്പേഴ്സ് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനാണ് അവിടെ ഒരു ഡെഡ് അവേഴ്സ് ഇല്ലാതെ ഫുൾ ടൈം വർക്കിംഗ് ആണ്. അത്രയും പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നു. സോ ഇത്രയും പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അതിന്റെ ഒരു പ്രോഫിറ്റും ലഭിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ് നോക്കാം. എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. ഇതും കൂടി നോക്കിയിട്ട് ഒന്ന് വായിക്കാം കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. നല്ല മഴയൊക്കെ അല്ലേ? അപ്പൊ നെറ്റിന്റെ ഒക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഇടയ്ക്ക് വരും. എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും വലിയ മഴയൊക്കെ. ഓക്കെ, അതിന്റെ ഒക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെയാണ് കേട്ടോ. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ അല്ലെ? സ്റ്റാഫ് മൊറൈൽ എന്ന് വെച്ചാൽ ജീവനക്കാരുടെ ഒരു മനോവീര്യം വർദ്ധിപ്പിക്കുക. അതും ഹോസ്പിറ്റലിൽ ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ? നോക്കാം. Generating a patient-focused culture does not have to come at the cost of employee satisfaction. അതായത് പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ ആണ് നമ്മൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ കൂടുതലും പേഷ്യൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് പറയുന്നത്? രോഗികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു എന്താണ് സംസ്കാരമാണ്, ഒരു കൾച്ചറാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അവിടെ ജീവനക്കാരുടെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എല്ലാം നോക്കുന്നത്, മറിച്ച് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രാധാന്യം നൽകുന്നത്. ഇൻഫാക്ട് ടേക്കിംഗ് സ്റ്റെപ്സ് ടു ഇൻവോൾവ് ആൻഡ് മോട്ടിവേറ്റ് യുവർ സ്റ്റാഫ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഡെലിവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ടേക്കിംഗ് സ്റ്റെപ്സ്. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു നടപടികൾ എടുക്കുകയാണ്. എന്തിന്? മോട്ടിവേറ്റ് യുവർ സ്റ്റാഫ്. നമുക്ക് സ്റ്റാഫുകൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാം. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തിനു വേണ്ടി? ഡെലിവറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ. നല്ലൊരു രോഗി പരിചരണം അവർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാന്ന്. അതായത് നമുക്കൊരു മോട്ടിവേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആകും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ എക്സാമ്പിൾ പറയണെങ്കിലേ ഒന്നിട്ട് പറയാം. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലില് നമ്മുടെ കൾച്ചർ, അതായത് നമ്മുടെ ഒരു സംസ്കാരത്തിൽ പറയുകയാണെങ്കിൽ പേഷ്യൻസിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം. മീൻസ് ഹോസ്പിറ്റലിന് പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിനാണ്. എംപ്ലോയി സാറ്റിസ്ഫാക്ഷന് അതിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലാണ്. സോ എന്ത് ചെയ്യണം? അവിടുത്തെ എംപ്ലോയീസിന് ഒരു മോട്ടിവേറ്റ് കൊടുക്കാണ്, മോട്ടിവേഷൻ നൽകുക. മോട്ടിവേഷൻ നൽകുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു ഡെലിവറി ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു രോഗികൾക്ക് ഒരു പരിചരണം നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോ നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആകും അല്ലേ? ഇപ്പൊ നിങ്ങളുടെ എക്സാം ഒക്കെ അതായിട്ടില്ല എങ്കിലും എക്സാമിന്റെ ഒക്കെ ടൈമില് ഇപ്പൊ വീട്ടില് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. അതൊരു മോട്ടിവേറ്റ് ആണ് അല്ലെ? നിങ്ങളോട് പഠിക്ക് ഇത്രയും ദിവസമല്ലോ പഠിക്കുന്നില്ലേ, നമ്മുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന പോലെ പറയില്ലേ? പക്ഷെ ആ പറയുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? വായിക്കും ഇല്ലേ? വായിക്കോ? നമ്മളെ പറയാനോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനോ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും അത് ശരിയായിട്ടൊക്കെ എടുക്കും ഇല്ലേ? ആണോ? നിങ്ങൾ തന്നെ ഈ കോഴ്സ് ചെയ്യുന്നു അല്ലെ? അപ്പൊ നിങ്ങൾ പഠിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മീൻസ് കല്യാണം പോലെ. ഓക്കെ, അപ്പോ കല്യാണത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എക്സാമിന്റെ കാര്യം പറഞ്ഞതാ. ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞതാണ്. നമ്മൾ പഠിക്കുക ആ ഒരു കാര്യമല്ല എപ്പോഴും എല്ലാവരോടും പറയാറ് അല്ലെ? നമ്മൾ ഈ കുഞ്ഞിനാള് തൊട്ട് നിങ്ങൾ പഠിക്കുമ്പോ ഓരോ പ്ലസ് 1 പ്ലസ് 2 10ാം ക്ലാസ് ഇതൊക്കെ പഠിക്കുമ്പോ പുറകെ ഇങ്ങനെ പാരന്റ്സ് പറയില്ലേ എക്സാം ആയി പഠിക്കൂ അല്ലെ? അപ്പൊ ഇതൊരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അവർക്കൊരു ചെയ്യുന്നതിൽ ഒരു പെർഫെക്ഷൻ കിട്ടും. ഇവിടെ പറയുന്നത് സ്റ്റാഫിനോട് പഠിക്കാനല്ലാട്ടോ പറയുന്നത്, സ്റ്റാഫുകളോട് അവർക്കൊരു മോട്ടിവേഷൻ അല്ലെ? കുറച്ച് നമ്മൾ പറയില്ലേ ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പൊക്കി പറയുകയൊക്കെ ചെയ്യാം. അപ്പൊ കുറച്ച് അവർക്ക് അവരുടെ ഒരു വർക്കിൽ തന്നെ ഒരു പെർഫെക്ഷൻ ലഭിക്കും. സോ അവർക്ക് ഇങ്ങനെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാന്നൊക്കെ പറയില്ലേ? അതാണ് ഇവിടെ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫുകൾക്ക് നല്ലൊരു ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നൽകുക. ദെൻ അത്രയേ ഉള്ളൂ ആ ഒരു സെക്ഷനിൽ പറയുന്നത്. അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതായത് സ്റ്റാഫിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന്. പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ സ്റ്റാഫിന് ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ വർക്ക് കുറച്ച് മെച്ചപ്പെടുത്താം. ഓക്കെ, അത്രയും പറയുന്നുള്ളത്. ഈ സെന്റൻസുകളെ കുറച്ച് വളച്ചൊടിച്ച സെന്റൻസ് ആണ്. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത്.
ഇതിനുള്ളിൽ പറയുന്ന കാര്യം സിമ്പിൾ ആണ്. നമ്മളെ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. Healthcare settings are often high stress environment. Training and strengthening the employees make them able to perform their jobs to best of their abilities and make them feel valued and increase the staff retention. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ. അതായത് കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാരെങ്കിലോ അറിയില്ല. ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും ഫീൽഡില് അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാലോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ച് തിരക്കേറിയ ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പോ അവിടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അത്യാവശ്യം സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ അവിടെ നേരിടുന്നതായിട്ട് വരുന്നു. സോ ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ സ്ട്രെങ്തൻ ചെയ്യാം, അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക. ഹൗസ് വൈഫും ഇങ്ങനെ തന്നെ. എങ്ങനെയാ സ്ട്രെസ്സും സ്ട്രെയിനാണ് ഉദ്ദേശിച്ചത്? സ്ട്രെസ്ഡാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്ത് ജോലി ചെയ്താലും സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകും. ഇതൊരു ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ എടുത്ത് പറഞ്ഞതാ. മറ്റേത് ഫീൽഡിലും നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഏതെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയുണ്ടോ ഒത്തിരി സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ? ഇപ്പൊ ടാർഗറ്റ് ഒക്കെ ഉള്ള ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത്ര മന്തിനുള്ളിൽ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എങ്കിൽ അവർക്ക് ചിലപ്പോൾ സാലറിക്ക് കയറണം ഇല്ലേ? അപ്പൊ ഏതൊരു ജോലി ചെയ്താലും ഓക്കെ, ഇൻ കേസ് ഹൗസ് വൈഫിനെയും പരിഗണിക്കാം അല്ലെ. ഏതൊരു ജോലി നമ്മളും, അതും ഒരു ജോലിയാണല്ലോ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അവർക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ നേരിടേണ്ടതുണ്ട്. സോ ഇവിടെ പറയുന്നത് സ്റ്റാഫുകൾക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനൊക്കെയാണല്ലോ അവർക്ക്. സോ അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാണ്. സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ് മേക്ക് ദം ഏബിൾ ടു പെർഫോം ദെയർ ജോബ് ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യം തന്നെ. അതായത് ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, പെർഫെക്റ്റ് ആകുന്നത്. നമുക്ക് എന്താ പറയാ, സ്കഫോൾഡിങ് അല്ലെ. അതായത് ഒരു താങ്ങായിട്ട് ഒരാൾ, നമുക്കൊരു താങ്ങാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആകും. ഫീൽ ദ വാല്യൂഡ് ആൻഡ് ഇൻക്രീസ്ഡ് സ്റ്റാഫ് റിട്ടൻഷൻ അല്ലെ. അത് കൂടുതൽ ജീവനക്കാരെ അവിടെ നിലനിർത്താനും സഹായിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ വാല്യൂബിൾ മീൻസ് മൂല്യവത്തായിട്ടുള്ള അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ സ്റ്റാഫിനെ നിലനിർത്താനും സാധിക്കുന്നു ഇങ്ങനെ ട്രെയിനിങ്ങുകൾ നൽകുന്നത് വഴി. Then experienced staff know how to carry out attentive service, patient-focused service that help to boost patient satisfaction scores. അല്ലേ? അപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അറിയാവുന്ന എന്തെല്ലാം ക്യാരി ഔട്ട് അറ്റൻറ്റീവ് സർവീസ്. അറ്റൻറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സേവനം, അതുപോലെ തന്നെ പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ്, പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സർവീസ്. സോ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ രോഗിയുടെ സംതൃപ്തിയെ ബൂസ്റ്റ് ചെയ്യാൻ മീൻസ് സംതൃപ്തിയെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? സ്റ്റാഫിന് ട്രെയിനിങ്സ് കൊടുക്കുക, അവരെ സ്ട്രെങ്തൻ ആക്കുക. അവരെ സ്ട്രെങ്തൻ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് നൽകാനായിട്ട് അവർക്ക് സാധിക്കുന്നു. പിന്നെ എന്താണ്? അവരുടെ ജോബില് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ജോബ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. അവരുടെ കഴിവുകളിൽ അവരുടെ മൂല്യങ്ങളെയൊക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയ പോയിന്റ്? ഇത്രയുള്ള അതിനുള്ളിൽ പറയുന്നത്. ഓക്കെ, ട്രെയിനിങ്സ് കൊടുക്കാണ്, മോട്ടിവേഷൻ കൊടുക്കുക. ഓക്കെ, 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റിയും എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈലും.
മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ അത് നമ്മുടേതായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, then ആ എക്സാക്ട് പോയിന്റ് വായിച്ച് മീനിങ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ കണ്ടന്റ് എന്താണോ അത് നമുക്കറിയാലോ, അത് ആ ഒരു മീനിങ്ങിൽ വായിച്ചാൽ മതി കേട്ടോ. then അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, ബാക്കി ഞാൻ മീൻസ് കംപ്ലീറ്റ് ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയണില്ല. മീൻസ് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ കാര്യമില്ല അല്ലെ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? അയച്ചു 2 പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ, നല്ല കൂടുതൽ ഉത്പാദനക്ഷമത. Investing in training and software to make better patient experience can also increase staff and provider productivity in the organization. Then investing in training and software to make better patient experience. അതായത് രോഗിയുടെ അനുഭവം, അവരുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, രോഗിയുടെ അനുഭവം ബെറ്റർ ആക്കാൻ, മികച്ചതാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? സോഫ്റ്റ്വെയറിലൂടെയും ട്രെയിനിങ്സിലൂടെയും നമുക്ക് പല ജീവനക്കാരുടെയും അതായത് പ്രൊവൈഡറിന്റെയും ഹോസ്പിറ്റലിന്റെയും എന്താണ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാവുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന്, ഇൻക്ലൂഡ് ചെയ്യാന്ന്, രോഗിയുടെ സംതൃപ്തി കൂട്ടുവാൻ വേണ്ടിയിട്ട്. ഇനി എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇഫ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ട് secure online appointment scheduling and patient messaging, staff may spend as much 15% less time on phone with the patients. അതായത് നമുക്കിപ്പോ അറിയാം, ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലേ, ആണോ? കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മുടെ റിസപ്ഷനിൽ ചെന്നു അവര് ചീട്ട് എഴുതുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, കമ്പ്യൂട്ടറിലല്ലേ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീഡ് ചെയ്ത് ഒരു കാർഡ് അപ്പൊ തന്നെ നമുക്ക് ലഭിക്കും അല്ലെ. അപ്പോ അപ്പോയിന്റ്മെന്റ്സ്, ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഉണ്ട് ഇപ്പൊ അല്ലെ. നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. ഡോക്ടറെ കാണാൻ, ഡോക്ടറെ വരെ കൺസൾട്ടൻസി വരെ ഓൺലൈൻ സംവിധാനം ഉണ്ട് ഇല്ലേ, ആണോ? ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ടും അറിയാത്തവരൊക്കെ ഒന്നും അറിയാം. ഓക്കെ, അപ്പൊ ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. then നമ്മൾ ഫോൺ കോളിലൂടെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ നമ്മളോട് നമ്പർ പറയും ഇല്ലേ, ആണോ? എത്രയാണ് നമ്പർ എന്ന് പറയും. ആ നമ്പർ അനുസരിച്ച് നമുക്ക് ഡോക്ടറെ വന്ന് കണ്ടാൽ മതി. then for secure online appointment scheduling and patient messaging, പേഷ്യൻസിന് മെസ്സേജ് ഒക്കെ അയക്കാൻ ഇപ്പൊ മെയിലൊക്കെ വരാറുണ്ട് ഇല്ലേ? മെയിലൊക്കെ ചെയ്യാറില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്? മെയിലോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയൊക്കെ നമുക്ക് അയക്കാറുണ്ട് അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ്. then staff may spend as much 15% less time on the phone with the patients അല്ലെ. അപ്പൊ ഒരു 50% കുറവ് മീൻസ് 50%ഓളം പേഷ്യന്റിനായിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ ഇടപെടാറുണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് മീൻസ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിലോ അവർക്ക് മെസ്സേജ് അയക്കാം, അങ്ങനെയുള്ള ഫോൺ വഴി ഒരു 50% പേഷ്യൻസിനോട് ഇടപെടാം. കോൺസിക്വന്റ്ലി സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. അപ്പൊ 50% ഫോണിൽ കൂടിയാണല്ലോ, അപ്പൊ അവർക്ക് എക്സ്ട്രാ ടാസ്ക് ചെയ്യാനായിട്ട് ബാക്കി ടൈം ഉണ്ടെന്ന്. അതായത് നേരിട്ട് നമ്മള് ഒരു പേഷ്യന്റിനെ കണ്ട് സംസാരിക്കുന്നതിനേലും പെട്ടെന്ന് തന്നെ ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലെ. അപ്പൊ അവർക്ക് മോർ ടൈമോടെ ബാക്കിയുണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാഫിന് എക്സ്ട്രാ ടാസ്ക് സ്റ്റാഫുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. which allows us to run a learner office അല്ലെ. അതായത് ഇതൊരു ലേണർ ഓഫീസ് മീൻസ് അവർക്ക് അവരുടെ കൂടുതൽ വർക്കുകൾ അവിടെ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് മെയിലൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് സമയം ഒരു 50% മതിയല്ലോ അതിന്. അപ്പൊ ബാക്കി എക്സ്ട്രാ ടാസ്കുകളും സ്റ്റാഫുകൾക്ക് ചെയ്യാൻ പറ്റുന്നു ഹോസ്പിറ്റലിൽ. Besides, when a hospital listen the patient no show and late cancellation. So hospital രോഗികളെ കാണാത്തതും അല്ലെങ്കിൽ cancellation ഒക്കെ കുറവായിരിക്കും. അതായത് പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, cancelations ഒന്നും നടക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് എല്ലാവരും തന്നെ ഡോക്ടറെ കാണാനായിട്ട് വരുന്നുണ്ട്.
Hospital have less dead time in scheduling and can maximize the patient time and related billing. അല്ലേ? അപ്പൊ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ലെസൺ പേഷ്യന്റ് നോ ഷോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അതായത് രോഗികൾ വന്നിട്ടുണ്ടെന്ന് രോഗിയെ കാണാതിരിക്കണില്ലാന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തവരെല്ലാവരും തന്നെ ഡോക്ടറെ കാണാനായിട്ട് വരുന്നു, ക്യാൻസൽ ചെയ്യുന്നില്ല ആരും. ഇപ്പൊ ചിലവരൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് പോകാൻ പറ്റില്ല ചിലപ്പോ അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ട് പേഷ്യൻസ് എല്ലാവരും തന്നെ വരുന്നുണ്ടെന്ന്, അവിടെ ക്യാൻസൽ ഒന്നും ചെയ്യുന്നില്ല. സോ ഹോസ്പിറ്റലിന് ഡെഡ് ടൈം ഇല്ലാന്ന്. ഡെഡ് ടൈം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന് ഒന്നും പറയാം. മനസ്സിലായി എന്നറിയാം. അതായത് കുറച്ച് കടികെട്ടി വേർഡ്സ് ആണ്. വേർഡ്സ് എന്ന് വെച്ചാല് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ആണ്, കാര്യം ഇത്രേ ഉള്ളൂ. ഒന്നും കൂടി പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ പറയുന്നത് പ്രൊഡക്ടിവിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് ഈ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ്സും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കാവുന്ന. സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാം, നമുക്ക് പേഷ്യൻസിന് മെസ്സേജുകൾ അയക്കാം, അല്ലെങ്കിൽ റിമൈൻഡർ ഒക്കെ ഉണ്ടാവില്ലേ, ഇമെയിൽ അയക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിനായിട്ട് ഓൺലൈൻ വഴി ചെയ്യാവുന്ന. സോ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ 50% കാര്യങ്ങള് ഓൺലൈൻ വഴിയാണ് നഴ്സസ് ചെയ്യുന്നത് പേഷ്യൻസിന് വേണ്ടി. സോ അവർക്ക് ബാക്കി ടൈം ഉണ്ട് അവരുടെ വർക്ക് ചെയ്യാനായിട്ട്. അതിനാൽ തന്നെ അവർക്ക് എക്സ്ട്രാ ടാസ്ക് സ്റ്റാഫുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത കാര്യം പറയുന്നത്, സോ ഹോസ്പിറ്റലിന് പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ലേറ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഇല്ല. അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത എല്ലാവരും തന്നെ ഡോക്ടറെ കാണാൻ വരുന്നുണ്ടെന്ന്. സോ ലെസ് ഡെഡ് ടൈം, അവിടെ ഒരു ലെസ് ഡെഡ് ടൈം ഇല്ല. ഡെഡ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് അല്ലാത്തൊരു ഇത്. ഡെഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയല്ലാന്ന്, ഫുൾ ടൈം വർക്കിംഗ് ആണ്, പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പേഷ്യന്റ് വന്നുകൊണ്ടിരിക്കുന്നു, പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ബില്ലിങ്. പേഷ്യൻസ് വരുമ്പോൾ ബില്ലിങ്ങും കാര്യങ്ങളും ലഭിക്കില്ല അവർക്ക്. അപ്പൊ അതെന്താണ്? ഒരു പ്രൊഡക്ടിവിറ്റി ആണ് അവർക്ക് അല്ലെ. ഫീസും കാര്യങ്ങളും ലഭിക്കില്ല പേഷ്യൻസ് വരുമ്പോൾ. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസ് വരുന്നു, അവിടെ ക്യാൻസൽ ഒന്നും ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ അവർക്ക് ബില്ലിങ് കൂടുന്നു. ബില്ലിങ് വരുമ്പോൾ അവർക്കൊരു പ്രൊഡക്ടിവിറ്റി ലഭിക്കുക. ഫീസ് കിട്ടില്ല നമുക്ക്. ഇത്രയും പേഷ്യന്റ് വരുന്നു, ഇത്രയും പേഷ്യൻസിന്റെ ബില്ല് തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലേ? ആണോ? ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണെന്ന്? മീൻസ് ആ പോയിന്റ് അങ്ങനെയാണ്. അത് ഏറ്റവും സിമ്പിൾ ആക്കിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫാത്തിമ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത് മാക്സിമം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലോട്ട് ആക്കിയാണ് പറയുന്നത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ കണ്ടോ, ഷോ ക്യാൻസലേഷൻ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തവരെല്ലാവരും തന്നെ വരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് ബില്ലിങ് കൂടും അല്ലെ. അത്യാവശ്യം ബില്ല് കിട്ടൂലേ, അപ്പൊ തന്നെ അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. ക്ലിയർ ആയോ? അതെ, ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. വായിക്കാം കേട്ടോ. വേർഡ്സ് സെന്റൻസുകൾ കുറച്ച് കടുകട്ടിയാണ്, അതുകൊണ്ടാണ്. കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സിമ്പിൾ ആക്കി നമ്മുടേതായ രീതിക്ക് അതിനെ മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ലെസ് ഡെഡ് ടൈം ഉദ്ദേശിക്കുന്നത് ഡെഡ് ടൈം ഇല്ലാന്ന്. ഡെഡ് ടൈം ഡെഡ് ടൈം ഉദ്ദേശിക്കുന്നത് ഡെഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചലമായിട്ടുള്ള ഒരവസ്ഥ അല്ലെ, ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ലാന്ന്. കുറവാണ്. കുറവെന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന്, പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ക്ലിയർ ആയോ? ഡെഡ് ടൈം ലെസ് ഡെഡ് ടൈം ആണ്. ഡെഡ് ടൈം വളരെ കുറവാണെന്ന്. അതിനർത്ഥം എന്താണ്? അത്യാവശ്യം നല്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ മീനിങ്. ഓക്കെ, ഡെഡ് ടൈം അങ്ങനെ ഉദ്ദേശിച്ചേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എനിക്ക് അറിയാം ഡെഡ് ടൈം. ഓക്കെ, നിശ്ചലമായിട്ടില്ലാന്ന്. എപ്പോഴും അപ്പോയിന്റ്മെന്റ്സ് എടുത്ത ആളുകൾ, അതുകൊണ്ടാണ് അതിന്റെ മുന്നത്തെ പോയിന്റ് പറഞ്ഞത് കേട്ടോ. ക്യാൻസലേഷൻ അവിടെ നടക്കുന്നില്ല. ക്യാൻസലേഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഡെഡ് ടൈം കുറവാണെന്ന്. വളരെ കുറഞ്ഞ ഒരു നിശ്ചലം ആവാറില്ല. ഓക്കെ, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പിടിച്ച ഒരു ഏരിയ ആണല്ലേ. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം കേട്ടോ. 2 പോയിന്റ് കൂടെ ഉള്ളൂ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. റെപ്യൂട്ടേഷൻ. അടുത്തത് റെപ്യൂട്ടേഷൻ. എന്താ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെപ്യൂട്ടേഷൻ മീനിങ് മലയാളത്തിൽ എന്താ പറയാ? റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയില്ലേ? അറിയില്ല? ആർക്കും അറിയില്ല റെപ്യൂട്ടേഷൻ? പ്രശസ്തി അല്ലെ? ഒരു പ്രശസ്തി കിട്ടാന്ന്. ആർക്കാണ് പ്രശസ്തി? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനാണോ? പ്രശസ്തി ആർക്കാണ്? ഹോസ്പിറ്റലിനായിരിക്കോ പേഷ്യന്റിനായിരിക്കോ? ഹോസ്പിറ്റലിനാണ് അല്ലെ? നോക്കാം. Satisfied patients can improve your reputation in many ways. അല്ലെ? സംതൃപ്തരായിട്ടുള്ള രോഗികള് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പല തരത്തിലും ഇംപ്രൂവ് ചെയ്യിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യിക്കുന്നത്? എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യിക്കുക? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ? മറ്റുള്ളവരെ നമ്മൾ അറിയിക്കും, അവിടെ നല്ല ഹോസ്പിറ്റലാണ്, റെഫർ ചെയ്ത് കൊടുക്കും. ദെൻ ഫസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നാണ് HCA HPS എന്താണെന്ന് അറിയാമോ? ഇതൊരു പേഷ്യന്റ് സർവേ തന്നെയാണ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് സർവേനെയാണ് HCA. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. ചോദിക്കാറൊന്നുമില്ല, എങ്കിലും ഒന്ന് അറിയാൻ വേണ്ടി എഴുതി വെക്കാം. പറഞ്ഞോട്ടെ, എഴുതിക്കോളൂല്ലേ? അവിടെ തന്നെ എഴുതിയാൽ മതി. അതിന്റെ ജസ്റ്റ് ഫുൾ ഫോം എഴുതിയെടുത്തോ. ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ. ഓക്കെ, ഹോസ്പിറ്റൽ കൺസ്യൂമർ. Hospital consumer assessment of hospital consumer assessment of healthcare providers hospital consumer assessment of healthcare providers and system. Okay, patient experience സർവേകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർവേകൾ നമ്മൾ നടത്തില്ലേ, അതിന് തന്നെയാണ് പറയുന്നത്. HCA അതിന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സാമിനൊന്നും ചോദിച്ചിട്ടൊന്നും ഇതുവരെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സർവേയിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് HCA അതായത് ഹെൽത്ത് കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റം സ്കോർസ് ആർ പബ്ലിക് അല്ലെ? അപ്പൊ അതിന്റെ സ്കോറുകൾ പൊതുവാണെന്ന്. പൊതുവായിട്ടുള്ള സ്കോർ മീൻസ് നമ്മൾ സർവേകളൊക്കെ പൊതുവായിട്ട് ജനറൽ ആയിട്ട് നടത്തുന്നതാണല്ലോ. അതിനാൽ സ്പെസിഫിക്കലി സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ physician, they can consult and make an informed choice about their health care. അല്ലെ? അതായത് ആളുകൾക്ക് രോഗസംരക്ഷണത്തെ കുറിച്ച് ഉപദേശം നൽകാനായിട്ട് കഴിയുന്നു അല്ലെ? അതായത് ഫിസിഷ്യൻസ് എന്നുള്ള ഉപദേശങ്ങള് നമ്മള് നേരത്തെ പറഞ്ഞില്ലേ? അതായത് എന്താണ്, സർവേകൾ നടത്തും അല്ലെ? സർവേകൾ പൊതുവായതിനാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്നു. ഫിസിഷ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിഷ്യൻ ദേ ക്യാൻ കൺസൾട്ട് ചെയ്യാൻ. അതായത് നമ്മൾ ഓരോ ഏരിയനെ പറയുന്നില്ലേ സർവേ ചെയ്യാൻ. അപ്പോ ഈ സർവേയുടെ സ്കോറുകൾ പൊതുവാണ്, മീൻസ് ജനറൽ ആണ്. അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് അല്ലെ? സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെ കൂടുതൽ അറിയാനും അവരുടെ കൺസൾട്ട് ഉപദേശങ്ങൾ ഇൻഫോം ചെയ്യാനും പറ്റുന്നു. അതായത് നമ്മള് സർവേയുടെ റിപ്പോർട്ട് നോക്കുമ്പോ, റിപ്പോർട്ട് മീൻസ് ഫീഡ്ബാക്ക് നോക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റില്ലേ ഇവിടേക്കാണ് പോരായ്മകൾ ഉള്ളത് അല്ലെ? അറിയാൻ പറ്റുമോ?
അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സർവേ നടത്തുന്നത്. സോ എവിടെയൊക്കെയാണ് ആ പോരായ്മകൾ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചും മറ്റും അറിയാൻ പറ്റുന്ന ഈ ഹോസ്പിറ്റലില് എങ്ങനെയാണ്, നല്ല ഡോക്ടേഴ്സ് ആണോ, നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ലേ കൺസൾട്ടിംഗ് റൂമില് എങ്ങനെയാണോ, കംഫോർട്ട് ആണോ, ഓർക്കറുണ്ടോ? ക്വസ്റ്റ്യനിൽ കണ്ടോ? ഫിസിഷ്യന്റെ കംഫോർട്ട് ആണോ റൂമില്? ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ ക്വസ്റ്റ്യനെയറില്? ഓർക്കറുണ്ടോ ക്വസ്റ്റ്യനെയർ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്? ഓർമ്മയില്ല? കഴിഞ്ഞ ക്ലാസ്സിലല്ലേ എടുത്തത്? അപ്പൊ എത്രത്തോളം അതിൽ നമ്മൾ പറയുന്നത് ചോദിക്കുന്നുണ്ട്, ഫിസിഷ്യന്റെ റൂമിലൊക്കെ നിങ്ങൾ കംഫോർട്ട് ആണോ, ഡോക്ടേഴ്സിലേക്കുള്ള സേവനം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ടോ, അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സർവേകളിലൂടെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെക്കൻഡ് വൺ പറയുന്നത് പോസിറ്റീവ് സ്കോർ മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്, അല്ലെ? പോസിറ്റീവ് സ്കോർ കൂടുതൽ അട്രാക്റ്റീവ് ആണല്ലോ. പോസിറ്റീവ് സ്കോറിൽ അട്രാക്റ്റീവ് ആണോ? നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ 5 സ്റ്റാറും 4 സ്റ്റാറിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് 2 സ്റ്റാറുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടോ? പർച്ചേസ് ചെയ്യോ? 2 സ്റ്റാറോ 1 സ്റ്റാറോ ഉള്ള പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ 5 സ്റ്റാർ ഉള്ള പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ പർച്ചേസ് ചെയ്യുക? ഏതായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്? 5 സ്റ്റാർ ആയിരിക്കും അല്ലെങ്കിൽ 2 സ്റ്റാർ ആയിരിക്കും? 5 സ്റ്റാർ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സ്കോർസ്, പോസിറ്റീവ് സ്കോർസ്, നല്ല സ്കോർസിനായിരിക്കും നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യിക്കാവുന്നത്, പേഷ്യൻസിനെ അട്രാക്റ്റീവ് ചെയ്യുന്നത്. Then നോക്കാം, additionally hospitals can utilize automated message to ask the patient for feedback after their appointments, അല്ലേ? അതായത് ഓട്ടോമേറ്റഡ് മെസ്സേജസ് ആയിരിക്കും പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം, അല്ലെ? നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരാറുണ്ടോ? ഇങ്ങനെയാണ് ഫീഡ്ബാക്ക് കൊടുക്കാൻ. ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇതിപ്പോ എല്ലാ ഫീൽഡിലും ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് ചെയ്യാനായിട്ട്. നിങ്ങളൊരു ബാങ്കിൽ പോയി, അല്ലെ? അപ്പൊ ബാങ്കിൽ പോയി എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്തി അതിനുശേഷം നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ മെസ്സേജ് വരും, ഇല്ലേ? ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വരാണ്ടിരിക്കില്ലല്ലോ, വരില്ലേ? ഇങ്ങനെയാണെന്നോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ട് സ്റ്റാഫ് മീൻസ് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ വരാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം, അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരാറുണ്ടോ? ഓൾറെഡി നമ്മൾ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ അപ്പോയിന്റ്മെന്റ് റിസപ്ഷനില്. അപ്പോ ചിലപ്പോ മെയിൽ വഴിയായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ എന്തെങ്കിലും ആയിട്ട് ഫീഡ്ബാക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വരും, ഇല്ലേ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നോക്കണോണ്ടെങ്കിൽ വരുമ്പോ ഇതുവരെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പഠിക്കുന്നതല്ലേ ഇതെല്ലാം. ശ്രദ്ധിക്കില്ല എല്ലാവരും. ഇനി അപ്പോയിന്റ്മെന്റ് കഴിയുമ്പോഴേ എല്ലാ ഹോസ്പിറ്റലിലും പ്രൊവൈഡ്, മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആണല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. Some programs involve follow-up questions with easy to follow link ask content patient to leave reviews on hospital, Google business profile or other platform. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോ അതില് ഗൂഗിളിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര സ്റ്റാർ പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് ഇനി എന്താ വരുന്നത്? ഫ്രൈഡേ അല്ലേ വരുന്നത്? ഫ്രൈഡേ ആണോ? ഫ്രൈഡേ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ടാസ്ക് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് തന്നെ നോക്കാം. ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുക്കുക ഗൂഗിളിൽ. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നോട് അടുത്ത ക്ലാസ്സിൽ പറയണം. ഓക്കെ ആണോ? ഫ്രൈഡേ ഞാൻ ചോദിക്കാം. ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലോ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ പേര് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഫീഡ്ബാക്കോ റിവ്യൂയോ എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യോ കേട്ടോ. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചോദിക്കും. മറന്നു നോക്കണ്ട ആരും. ചെറിയ ടാസ്ക് അല്ലേ, എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഗൂഗിൾ ബിസിനസ് മീൻസ് അങ്ങനെയുള്ള നമ്മള് ഗൂഗിളിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു ഫേമിനെ കുറിച്ച്, ഏത് ഫേം ആയിക്കോട്ടെ, ഹോസ്പിറ്റലോ മറ്റേതെങ്കിലും നമ്മള് മീൻസ് ഒരു കമ്പനിയെ കുറിച്ച് പേരടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. And finally, happy patients will suggest the hospital to friends and family. വീണ്ടും നമ്മൾ പറയുന്ന കാര്യം തന്നെ, ഹാപ്പി ആയിട്ടുള്ള പേഷ്യന്റ് മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. When it comes to referrals, word of mouth is gold standard. എന്താണ് പറയുന്നത്? Word of mouth is gold standard.
വേർഡ് ഓഫ് മൗത്ത് എന്ന് വെച്ചാൽ എന്താണ്? വേർഡ് ഓഫ് മൗത്ത് നമ്മൾ വാമൊഴി എന്ന് പറയുന്നത് അല്ലെ? അതായത് വാമൊഴി എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നിലവാരത്തിന്റെ അത്രയുണ്ടെന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കി പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോ പരസ്പരം പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും അല്ലെ, അതൊരു സ്വർണ്ണ വില തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാന്നൊക്കെ പറയുകയെ. അതായത് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ മാറാത്ത ചിലപ്പോ എന്തെങ്കിലും തലവേദനയോ എന്തെങ്കിലും അസുഖമായിരിക്കാം അല്ലെ, അപ്പൊ ഒത്തിരി ഡോക്ടർമാരെ മാറിപ്പോയി കണ്ടു, പക്ഷെ എനിക്ക് കുറവൊന്നും ഉണ്ടായില്ല. ഞാൻ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോയി, അപ്പൊ എനിക്ക് നല്ല ഇതുണ്ട്, നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ, നമ്മള് വിചാരിച്ച അത്രയും ഫീസും കാര്യങ്ങളൊന്നും ആ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അല്ലെ, നമ്മൾ പറയുമ്പോ തന്നെ ആ കേൾക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് ഫീൽ അല്ലേ തോന്നാറ്? ആണോ? അത്തരത്തിലായിരിക്കും നമ്മളുടെ സംസാരം ആണോ? നിങ്ങൾ പറ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേണ്ട, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് എടുത്തു അല്ലെ, അപ്പൊ അവിടെ കുറഞ്ഞ വിലയിൽ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഈ പ്രൊഡക്റ്റ് വന്നപ്പോ നല്ല ബെറ്റർ ആയിട്ടുള്ള എന്താ പറയാ, നല്ലൊരു മീൻസ് കളറൊന്നും ഫെയ്ഡ് ആവണില്ല, നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെ, അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഫ്രണ്ട്സിനോട് ആ ഒരു ഫീലിങ്ങോട് തന്നെയല്ലേ പറയാറ്? ആണോ? ഇത്ര രൂപ ആയുള്ളൂ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ, നീ എന്തായാലും പർച്ചേസ് ചെയ്യട്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയെ, ആ ഷുവർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു കാര്യം, അതാണ് ഈ വേർഡ് ഓഫ് മൗത്ത്, വാമൊഴി എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു പറയുന്ന ഫീലിൽ പറഞ്ഞു മയക്കി, ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലെ. യഥാർത്ഥത്തിൽ അതാണല്ലോ, നമ്മള് വളരെ നല്ല രീതിയിൽ പറയും, അപ്പൊ തന്നെ കേൾക്കണ ആൾക്ക് അത് കൊള്ളാം, ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാതെ നമ്മൾ വിചാരിക്കും ഇല്ലേ? നമ്മൾ കേൾക്കുമ്പോ തന്നെ നോക്കൂലേ, അത്രയും പറഞ്ഞതാണല്ലോ, അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, വേർഡ് ഓഫ് മൗത്ത് ഈസ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതൊരു പിന്നെ അത്രയും മൂല്യം ഉണ്ടെന്ന്, സ്വർണ്ണ നിലവാരമുള്ളത് നമ്മുടെ സംസാരം, നമ്മൾ ഈ പറയുന്നത് മറ്റുള്ളവരോട്. ഓക്കെ, ക്ലിയർ ആയോ? അത് പറയാനാണ് ഞാൻ അവിടെ എത്തിച്ചത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ചെയ്താലേ കംപ്ലീറ്റ് ആകുള്ളൂ. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് നല്ലൊരു ക്ലിനിക്കൽ ഔട്ട്കംസ്, നല്ലൊരു ഫലം കൊടുക്കുകയാണ്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ് അല്ലെ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് കൂടുതലും അനുസരണയുള്ളവരായിരിക്കുന്നു. എന്ത് അനുസരണയുള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് അവരവിടെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ചെക്കപ്പിനും അല്ലെങ്കിൽ ആ ഫോളോ അപ്സിനൊക്കെ വരുന്നത്. Which means they are more probable to get better or effectively manage chronic health issues. അല്ലെ, അതായത് അവര് കൂടുതലും ഈ ക്രോണിക് ഇഷ്യൂസിനൊക്കെ അവിടെ ചികിത്സ, ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ തേടുന്നവരായിരിക്കുന്നത്. ഇനി ക്രോണിക് ഹെൽത്ത് ഇഷ്യൂ ഉദ്ദേശിക്കുന്നത് ക്രോണിക് ഡിസീസ് പഠിച്ചിട്ടില്ലേ? ക്രോണിക് ഡിസീസ് അതായത് വിട്ടുമാറാത്ത നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളൊക്കെ ക്രോണിക് ആയിട്ട് ഒരുപാട് നാള് ചികിത്സ തേടേണ്ടതായിട്ടുള്ള അസുഖങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോങ് ഡിസീസ് ആണത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കുന്നു. അങ്ങനെയുള്ളവർ കൂടുതലും അവിടെ തന്നെ ഫോളോ അപ്പുകൾ എടുക്കില്ലേ? മീൻസ് അവരുടെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയുന്നതല്ലോ, അവര് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് തേടും. Consequently, they feel better and like hospital treatment and care make difference to their well-being and quality of life. So, അവര് ഈ ക്രോണിക് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് കണ്ടിന്യൂ ചെയ്യും അവരുടെ ട്രീറ്റ്മെന്റ് ആ സെയിം ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കെയറിൽ കൂടുതലും കുറച്ചുകൂടി ക്വാളിറ്റി ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വരുന്നു അല്ലെ. അവർക്ക് കൂടുതലും എന്താ പറയാ, നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു എന്നുള്ളൊരു സ്വയം ഒരു സംതൃപ്തി ഉണ്ടാകുന്നു. Then this also leads them to remain loyal to the hospital. ഇത് അവർക്ക് ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ഉണ്ടാക്കുന്നു അല്ലെ. അതായത് നമ്മൾ ഒരു വിട്ടുമാറാത്ത അസുഖമായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഫോളോ ചെയ്ത് മെഡിസിൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്കും അവിടുത്തെ ഒരു ചികിത്സയിൽ ഒരു വിശ്വാസം വരും അല്ലെ. തീർച്ചയായിട്ടും നമുക്കൊരു വിശ്വാസം ഉണ്ടാകുന്നു. Then this also leads them to remain loyal to hospital. ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ഉണ്ടാകുന്നു. And show up for their appointments. അവരുടെ അപ്പോയിന്റ്മെന്റ്സുകളും കൂട്ടുന്നു. Generating a cycle of a patient satisfaction benefit. ഇതൊരു patient satisfaction benefitsന്റെ ഒരു സൈക്കിൾ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ബെനഫിറ്റിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബെനഫിറ്റ് അവർക്ക് ലഭിക്കുന്നു പേഷ്യൻസിന്. ഓക്കെ,
വായിച്ചു നോക്കാം കേട്ടോ. റെപ്യൂട്ടേഷനും ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്. പെട്ടെന്ന് വായിക്കാം കേട്ടോ. അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ മതി. നിങ്ങൾ ഓരോ വരിയും എടുത്തെടുത്ത് ചിലപ്പോ മീൻസ് മീനിങ് കിട്ടിയെന്ന് വരില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് നമ്മളുടേതായ രീതിയിൽ ഇതിനൊന്ന് മനസ്സിലാക്കി എടുക്കാം. റെപ്യൂട്ടേഷനും ബെറ്റർ ക്ലിനിക്കും കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നമ്മൾ നോക്കിയത് patient satisfaction benefits ആണ്. patient loyalty and retention, increased profitability, enhanced staff morale, higher productivity, reputation and better clinical outcomes. 6 ബെനിഫിറ്റുകളാണ് എടുത്തത്. അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോ നെക്സ്റ്റ് നമുക്ക് ഇനി വരുന്നത് ഇംപ്രൂവ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ എങ്ങനെയൊക്കെയാണെന്ന് ക്രിയേറ്റീവ് വൈസ് പറയുന്നുണ്ട് 8 എണ്ണം. അതിനുശേഷം വീണ്ടും എന്തെല്ലാം മാർഗങ്ങളിലൂടെ പേഷ്യന്റിന്റെ സംതൃപ്തി നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടി എനിക്ക് തോന്നുന്നത് മതിയാകും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനായിട്ട്. സമാധാനമായിട്ട് എല്ലാവർക്കും ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നില്ല അല്ലെ? അത്യാവശ്യം കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒരു ക്ലാസ് കൂടി മതി നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് കുറച്ച് നമ്മൾ തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണത്. അത് നമ്മളുടേതായ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം ഇല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ഇല്ലേ? ആണോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിൽ പോകാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. എന്തെങ്കിലും ചെറിയ അസുഖമായിട്ട് പോലും നമ്മള് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നവരാണ് അല്ലെ? അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുണ്ടാകാം, ഓരോ കാര്യങ്ങളും അല്ലെ? അപ്പൊ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് അതൊരു ജനറൽ ടോപ്പിക് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ? ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും എടുക്കുന്നുള്ളൂ. നമ്മളുടെ ഇത്രയും പോയിന്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് വരുമ്പോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്താ ടാസ്ക് പറഞ്ഞത് ഓർമ്മയുണ്ടാവും? റിവ്യൂ നോക്കാം. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ റിവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടും വരിക. നോക്കുമല്ലോ, കുഴപ്പമില്ലല്ലോ, അതിനകത്ത് ടൈമൊന്നും വേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കാനേ ഉള്ളൂ അല്ലെ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഫ്രൈഡേ വരുമ്പോ ഞാൻ ചോദിക്കാം. ഓക്കെ, ഇന്ന് എടുത്ത അത്രയും ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? റെസ്പോൺസ് ചെയ്യാനോ ആരും എന്ത് പറ്റി? മനസ്സിലാവാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് റെസ്പോൺസ് ഓക്കെ മാം, ക്ലിയർ ആണ്. കൺഫ്യൂഷൻസ് ഉണ്ട്, വൈകിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ആണല്ലേ? അത് മീൻസ് ചില സെന്റൻസുകളെ കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള സെന്റൻസുകളാണ്. പക്ഷെ അതിന്റെ അർത്ഥം മീൻസ് ആ ഒരു കണ്ടന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. 1-2 പ്രാവശ്യം വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാല് മറ്റു ചാപ്റ്റർ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടില്ല. വായിക്കാം കേട്ടോ, നന്നായിട്ട് വായിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.